ഓക്കെ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണെന്നുള്ള ഓർക്കുന്നുണ്ടാവും. മെംസ് ടെക്നോളജിയിലെ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലെ സെക്കൻഡ് എലമെന്റ് ആയ പാറ്റേണിംഗ് ടെക്നോളജി. പാറ്റേണിംഗ് ടെക്നോളജിയിലെ ലിത്തോഗ്രഫിക് മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സ്ക്രീൻ കാണാവോ? ഓക്കെ. അപ്പൊ ഇനി നമ്മള് ഫാബ്രിക്കേഷൻ മെത്തേഡിലെ മൂന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ലിത്തോഗ്രഫിക് മെത്തേഡിൽ അടക്കം വരുന്ന ഒരു സ്റ്റെപ്പ് ആയിരുന്നു എച്ചിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലെ. എച്ചിങ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് എച്ചിങ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ ആണ്. ആക്ച്വലി നമ്മുടെ ചുരണ്ടിക്കളയ എന്നുള്ളതാണ് അതിന്റെ ഒരു ബൈവേർഡ് അതിനെ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു മീനിങ്. അപ്പോൾ എച്ചിങ് എന്നുള്ള പ്രോസസ് ആണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. സോ ഫാബ്രിക്കേഷൻ ഓഫ് മെംസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലെ രണ്ട് ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഡെപ്പോസിഷൻ മെത്തേഡും പാറ്റേണിംഗ് മെത്തേഡും. ഡെപ്പോസിഷനിൽ തന്നെ ഫിസിക്കൽ ഡെപ്പോസിഷനും കെമിക്കൽ ഡെപ്പോസിഷനും പഠിച്ചിട്ടുണ്ട്. ലിത്തോഗ്രഫി നമ്മൾ പഠിച്ചു. പാറ്റേണിങ്ങിലെ ലിത്തോഗ്രഫി എങ്ങനെയാണ് ഒരു പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഇതിന് ഫോട്ടോ ലിത്തോഗ്രഫി എന്ന് പേര് വരുന്നതിന്റെ കാരണം, ഇവിടെ യു വി ലൈറ്റ് പോലുള്ള ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ റെസിസ്റ്റ് ആണ് നമ്മൾ അവിടെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫാബ്രിക്കേഷൻ ഓഫ് മെംസിലെ അനദർ ടെക്നിക് ഓഫ് ഫാബ്രിക്കേറ്റിംഗ് മെംസ് ഡിവൈസ് ദാറ്റ് ഈസ് എച്ചിങ് പ്രോസസ്. ആക്ച്വലി ഇതൊരു നമ്മളെ മെഷീനിങ് ഓപ്പറേഷനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എച്ചിങ് പ്രോസസ്. നമ്മളിപ്പം ലെയ്ത്ത് പോലുള്ള മെഷീൻസിലൊക്കെ നമ്മൾ മെറ്റീരിയൽ റിമൂവൽ നടത്താൻ വേണ്ടി നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ബൾക്ക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺവെൻഷണൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ മെറ്റീരിയൽ റിമൂവലിന് വേണ്ടി നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് പോലെ മെംസ് ഡിവൈസ് അല്ലെങ്കിൽ മെംസ് ടെക്നോളജിക്കകത്ത് മെറ്റീരിയൽ റിമൂവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എച്ചിങ് പ്രോസസ്. സോ എന്താണ് എച്ചിങ്? Etching is one of the most important process in microfabrication. It involves the removal of material. It involves the removal of materials in desired areas by physical or chemical means. നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഇന്നലെ കുറെ പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്ത പാറ്റേണിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് നിന്ന് മെറ്റീരിയൽ റിമൂവൽ നടത്തണം. ഞാനിപ്പോ ഇവിടെ ഒരു പ്ലേറ്റിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഞാൻ ലിത്തോഗ്രഫിയോ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പാറ്റേൺ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഈ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് മെറ്റീരിയൽ റിമൂവൽ നടത്തണം. അപ്പൊ എന്റെ ഡിസൈർഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ പാറ്റേൺ ആണ്. സോ അവിടുന്ന് മെറ്റീരിയൽ റിമൂവൽ നടത്താൻ വേണ്ടി നമ്മൾ പൊതുവെ മെംസ് ഡിവൈസിലും മെംസ് ടെക്നോളജിയിലും ഉപയോഗിക്കുന്ന മെഷീനിങ് ഓപ്പറേഷന്റെ റിസംബിൾ ആയിട്ടുള്ള മെത്തേഡാണ് എച്ചിങ് പ്രോസസ്. So it is a way to establish permanent patterns developed at the substrate surface by photolithography. In micro machining, etching is used to shape the geometry of micro components in MEMS and microsystem. നമ്മൾ ഈ മൊഡ്യൂളിൽ ലാസ്റ്റിൽ കുറച്ച് MEMS ഡിവൈസുകൾ ഉണ്ടാക്കുന്ന അതിന്റെ ഫാബ്രിക്കേഷൻ സ്റ്റെപ്പുകളെ പറ്റിയൊക്കെ പഠിക്കും. സോ അവിടെ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും പ്രഷർ സെൻസർ എങ്ങനെയാണ്, മെംസ് ബേസ്ഡ് പ്രഷർ സെൻസർ എങ്ങനെയാണ് ഉണ്ടാക്കുക, മെംസ് ബേസ്ഡ് ആക്സിലറോമീറ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കുകളെ പറ്റി കുറച്ച് സ്റ്റെപ്പുകളെ പറ്റി നമ്മൾ പഠിക്കും. അവിടെയൊക്കെ നമ്മൾ ഈ എച്ചിങ് പ്രോസസ് ഒക്കെ ഉപയോഗിക്കും. സോ ഒരു 3 ഡയമെൻഷണൽ ജോമെട്രിയെ അതിന്റെ ഷേപ്പിൽ മാറ്റം വരുത്താനും അതേപോലെ നമ്മൾ ഒരു സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ നിന്ന് മെറ്റീരിയൽ റിമൂവൽ ഫോട്ടോലിത്തോഗ്രഫിക് മെത്തേഡ് പോലുള്ള മെത്തേഡുകളിലൊക്കെ മെറ്റീരിയൽ റിമൂവൽ നടത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് ആണ് എച്ചിങ് പ്രോസസ്. അപ്പൊ ഇവിടെ മെംസിൽ ഉപയോഗിക്കുന്ന എച്ചിങ് പ്രോസസ് ഉപയോഗിക്കുന്ന 2 എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ക്യാവിറ്റി ഓഫ് സിലിക്കൺ ഡൈ ഫോർ എ മൈക്രോ പ്രഷർ സെൻസർ, നമ്മൾ പഠിക്കാനുണ്ട്. പ്രഷർ സെൻസർ, മൈക്രോ പ്രഷർ സെൻസറിന്റെ ഫാബ്രിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ സിമിലർ ടെക്നിക് ക്യാൻ ബി യൂസ് ടു പ്രൊഡ്യൂസ് ദി സിലിക്കൺ മെംബ്രെയിൻസ് ആൻഡ് ഡയഫ്രംസ് ഓഫ് മൈക്രോ വാൽവ്. മൈക്രോ വാൽവ് അതായത് മൈക്രോ റേഞ്ചിലുള്ള വാൽവ് സിസ്റ്റം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ കുറെ വാൽവുകളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന മെംബ്രെയിൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഡയഫ്രം പ്രഷർ വാൽവ് ഒക്കെ നമ്മൾ പറഞ്ഞ അതിലൊക്കെ വരുന്ന ഈ ഡയഫ്രംസിനൊക്കെ പറയുന്നത് വളരെ തിക്നെസ് കുറഞ്ഞ എലമെന്റാണ്. അതേ റേഞ്ചിലുള്ള അല്ലെങ്കിൽ അതേ കൺസെപ്റ്റിലുള്ള മൈക്രോ വാൽവുകളിൽ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മൈക്രോ ഡയഫ്രംസ്, അത് വലിയൊരു പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവൽ ചെയ്ത് പരമാവധി മെറ്റീരിയൽസിനെ നമ്മൾ എച്ച് ചെയ്ത് ചെറിയ തിക്നെസ് ഉള്ള ലെയർ ആക്കി മാറ്റുക. ദാറ്റ് ഈസ് മൈക്രോ ഡയഫ്രംസ്. സോ മൈക്രോ ഡയഫ്രംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എച്ചിങ് ടെക്നിക്കാണ്. എച്ചിങ്ങും 2 ടൈപ്സ് ഉണ്ട്. ഫിസിക്കൽ എച്ചിങ് ഉണ്ട്, കെമിക്കൽ എച്ചിങ് ഉണ്ട്. ഈ ഫിസിക്കൽ എച്ചിങ്ങിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് പ്ലാസ്മ എച്ചിങ് എന്ന് പറയും. നമുക്ക് ആദ്യം കെമിക്കൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫിസിക്കലിലേക്ക് വരാം.
Physical etching is usually So ഈ പ്ലാസ്മോണിക് ഹലോ പ്ലാസ്മോണിക്കൽ ഫിസിക്കൽ എച്ചിങ് ഇല്ല. എങ്ങനെ പ്ലാസ്മോണിക് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ? പ്ലാസ്മ എച്ചിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ എച്ചിങ്ങിലാണ് വരുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് പ്ലാസ്മ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് എച്ചിങ് നടത്താം. ആദ്യം കെമിക്കൽ നമുക്ക് പറഞ്ഞാല് ഫിസിക്കലിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ. കാരണം കെമിക്കൽ എച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതായത് എച്ചന്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്, ഇത് കെമിക്കൽ റിയേജൻസ് ആണ്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയൽ റിമൂവൽ നടത്തുന്നതാണ് ആക്ച്വലി ഫിസിക്കൽ എച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ പ്ലാസ്മ ഗ്യാസും ഇനേർട്ട് ഗ്യാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഗ്യാസ് സിസ്റ്റം ആണ് എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനെ പ്ലാസ്മ എച്ചിങ് എന്ന് പറയും. നമുക്കത് പഠിക്കാനുണ്ട്. ഇത് ഒരു തവണ നീ ചോദിച്ച ഈ പ്ലാസ്മ എച്ചിങ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ആദ്യം കെമിക്കൽ എച്ചിങ് എന്താണെന്ന് പറയാം. കെമിക്കൽ എച്ചിങ് ഇൻവോൾവ്സ് യൂസിങ് സൊല്യൂഷൻ വിത്ത് ഡയല്യൂട്ടഡ് കെമിക്കൽസ് ടു ഡിസോൾവ് സബ്സ്ട്രേറ്റ് മെറ്റീരിയൽസ്. അപ്പൊ നമ്മുടെ ഒരു ബേസ് മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ, ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും, സിലിക്കണിന്റെയോ അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ സബ്സ്ട്രേറ്റ് മെറ്റീരിയലിന് മെറ്റീരിയൽ റിമൂവൽ നടത്തണം അല്ലെ, മെറ്റീരിയൽ റിമൂവൽ നടത്തണം. അപ്പൊ ഞാനിവിടെ ഒരു പാറ്റേൺ, എനിക്ക് വേണ്ടുന്ന ഒരു സർക്കുലർ, ഇതിന്റെ സെൻട്രലായിട്ട് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. നല്ല ഡെപ്തിൽ, അതായത് ഈ മെറ്റീരിയൽ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെപ്തിൽ ഹോൾ ഉണ്ടാക്കണം, ഒരു ദ്വാരം ഉണ്ടാക്കണം നടുക്ക്. അപ്പൊ ഈ സ്ഥലത്ത്, ഈ സെന്ററിൽ ഞാനിപ്പോ വരച്ച ഈ സർക്കിളിന്റെ സ്ഥലത്ത് മാത്രമേ എനിക്ക് മെറ്റീരിയൽ റിമൂവൽ നടത്തേണ്ടതുള്ളൂ. അപ്പോ ആ മെറ്റീരിയൽ റിമൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, അതിന്റെ ആയുധം, അതിന് വേണ്ടുന്ന ടൂൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ യൂസിങ് സം സൊല്യൂഷൻ വിത്ത് ഡയല്യൂട്ടഡ് കെമിക്കൽസ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ആശാരിയുടെ അടുക്ക പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മരത്തടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ അകത്തുനിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരന്റെ കയ്യിൽ ഉണ്ടാകുന്നത് ചിസലും ഹാമറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ ടൂൾസിന് പകരം അവിടെ ഹാമറും ചിസല് അതൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ മെറ്റീരിയൽ റിമൂവലിന് വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് യൂസിങ് സം സൊല്യൂഷൻസ് വിത്ത് ഡയലൂട്ടഡ് കെമിക്കൽ, അതായത് കെമിക്കൽ സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ കെമിക്കൽ സൊല്യൂഷൻസ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്? ഞാനിപ്പോ ഈ എക്സാക്ട് ഈ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും ഏരിയയിൽ, ഈ സർക്കുലർ ഏരിയയിൽ ഞാൻ കെമിക്കൽസ് ആഡ് ചെയ്തു. എന്തൊക്കെ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു കെമിക്കൽ സൊല്യൂഷൻ, എച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ സൊല്യൂഷൻ ഞാൻ ഈ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഏരിയയിലുള്ള മെറ്റീരിയൽസിന് ഒരു മെൽറ്റിങ് നടക്കും, ഒരു ഡിസോൾവിങ് നടക്കും. അങ്ങനെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മെറ്റീരിയലിനെ ഡിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അലിയിപ്പിച്ച് കളയാം അല്ലെ, മെറ്റീരിയൽസിനെ അലിയിക്കുക. ദാറ്റ് ഈസ് ഡിസോൾവ് കണ്ടീഷൻ, അല്ലെ ഡിസോൾവ് പ്രോസസ് എന്ന് പറയുന്നതാണല്ലോ. സോ ഞാൻ എവിടെയാണോ എച്ചന്റുകളെ, എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏജന്റിനെ എച്ചന്റ് എന്നാണേ പറയാ, എച്ചന്റ് എവിടെയാണോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് അത്രയും ഏരിയയിലെ മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യും അല്ലെ, മെൽറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് കെമിക്കൽ എച്ചിങ്. അപ്പൊ ഇവിടെ കെമിക്കൽ എന്ന് പേര് വരാൻ കാരണം എന്താ? ഇവിടെ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്, അല്ലെ എച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സം കെമിക്കൽ സൊല്യൂഷൻസ് ആണ്. സോ ദാറ്റ്സ് വൈ ദിസ് കോൾഡ് കെമിക്കൽ എച്ചിങ് പ്രോസസ്. ദെൻ എന്തൊക്കെയാണ് കെമിക്കൽ എച്ചിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എച്ചന്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയണം. അപ്പോ നമ്മൾ മെറ്റീരിയൽസ്, നമ്മൾ ഇതിപ്പോ മെംസ് ടെക്നോളജിയാണ്, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഒരു സെമി കണ്ടക്ടർ ടൈപ്പ് വേഫേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞതൊക്കെ. സിലിക്കൺ വേഫർ, അതേപോലെ മറ്റ് ഗാലിയം ആർസനൈഡ് പോലുള്ള കോമ്പൗണ്ട് സ്ട്രക്ചർ, ഇതിലൊക്കെയാണ് നമ്മൾ മാനുഫാക്ചറിങ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, മെംസ് ഫാബ്രിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ സയൻസിനകത്ത് നമ്മൾ കുറെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട്. ഐസോട്രോപിക് മെറ്റീരിയലും അനൈസോട്രോപിക് മെറ്റീരിയലിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ പ്ലെയിന്, 110 പ്ലെയിൻ, 111 പ്ലെയിന്, 100 പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ബട്ട് ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് മെറ്റീരിയൽസ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? ഏത് ഡയറക്ഷനിലും അതൊരു ഹോമോജീനിയസ് മെറ്റീരിയൽ ആയിരിക്കും അല്ലെ, എല്ലാ ഭാഗത്തും ഒരുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓറിയന്റേഷനും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാലോ
ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ പ്ലെയിൻ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. 110 പ്ലെയിൻ, 100 പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെറ്റീരിയൽ സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അനൈസോട്രോപിക് മെറ്റീരിയൽ ഓരോ പ്ലെയിൻ എടുക്കുകയാണെങ്കിലും ആ ഓരോ പ്ലെയിനിലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മെറ്റീരിയലിന്റെ 110 പ്ലെയിൻ ഞാനൊരു വരക്കാം. ഇവിടെ ഞാനൊരു മെറ്റീരിയൽ വരച്ചിട്ടുണ്ട്. മീൻസ് ഒരു ക്യൂബ് സ്ട്രക്ചർ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ മൗസ് പോയിന്റർ വെച്ച് വരയ്ക്കുമ്പോൾ എക്സാക്ട് ക്യൂബ് ഒന്നും അല്ല, എന്നാലും ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് പിന്നെ ഡിഫറെന്റ് പ്ലെയിനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 100 പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പ്ലെയിനാ, ഈ ഒരു ഫേസ് ഇതാണ് 100 പ്ലെയിൻ. നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് 100 പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലെയിനെ 100 പ്ലെയിൻ എന്ന് പറയും. അതേപോലെ ഈ കോർണർ ടു കോർണർ പ്ലെയിൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ കോർണറിന് ഇപ്പുറത്തെ കോർണറിലേക്ക് വന്ന് ഇങ്ങനെ നമ്മൾ അതിനെ ഒരു കോർണർ വൈസ് കട്ട് ചെയ്താൽ കിട്ടുന്ന ആ ഫേസ്, അതിനെ നമ്മൾ 110 പ്ലെയിൻ എന്നാ പറയാ. 110 പ്ലെയിൻ. അതേപോലെ ഇതേ ക്യൂബില് ഈ താഴത്തെ പോയിന്റ് നിന്ന് തുടങ്ങി ഇങ്ങനെ ഈ ഒരു ട്രയാങ്കുലാർ പ്ലെയിൻ അല്ല കട്ടിങ്ങിന്റെ ബേസിലാണ് പറയുന്നത്. അതിനെ നമ്മൾ 111 പ്ലെയിൻ എന്നാ പറയാം. അപ്പം അനൈസോട്രോപിക് മെറ്റീരിയൽ ഓരോ പ്ലെയിനിലെയും പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മളൊരു ക്യൂബിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സിലിക്കൺ ക്രിസ്റ്റലിന്റെ, സിലിക്കൺ ആക്ച്വലി ഒരു അനൈസോട്രോപിക് മെറ്റീരിയൽ ആണ്. സിലിക്കൺ ക്രിസ്റ്റലിന്റെ ഈ പ്ലെയിനുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഞാൻ ലാസ്റ്റ് വരച്ച ഈ ഒരു ട്രയാങ്കുലാർ പ്ലെയിൻ ഉണ്ടല്ലോ 111 പ്ലെയിൻ, അതാണ് ഏറ്റവും ടഫസ്റ്റ് പ്ലെയിൻ. അതായത് അവിടെ മെഷീനിങ് നടത്തുക, ആ ഒരു പ്ലെയിനിൽ മെഷീനിങ് നടത്തൽ ഭയങ്കര ഒരു ഹാർഡ് പ്രൊസീജിയർ ആണ്. കാരണം അത് ഏറ്റവും ടഫസ്റ്റ് പ്ലെയിൻ ഓഫ് സിലിക്കൺ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് 111 പ്ലെയിൻ ആണ്. സോ നമുക്കറിയാം അനൈസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഓരോ ഓറിയന്റേഷനിലും എന്താണ് ഒരു ഹെട്രോജീനിയസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഓരോ മൊമെന്റിലും അല്ലെങ്കിൽ ഓരോ പ്ലെയിനിലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനൈസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഐസോട്രോപിക് മെറ്റീരിയലിൽ സംടൈംസ് നമുക്ക് എച്ചിങ് നടത്തേണ്ടി വരും, അനൈസോട്രോപിക് മെറ്റീരിയലിലും എച്ചിങ് നടത്തേണ്ടി വരും. അപ്പോ ഐസോട്രോപിക് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് ആ ഒരു സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എച്ചെന്റ് അല്ലെങ്കിൽ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് എച്ചെന്റ് എന്നാണ്. ഇനി നമ്മൾ ആ ടൂളിന് പറയാം എച്ചെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആരാണോ അതാണ് കെമിക്കൽ എച്ചിങ്ങിലെ എച്ചെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എച്ചെന്റ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. അത് വളരെ സ്പീഡിലും നടക്കും. സോ കെമിക്കൽ എച്ചെന്റ് വിൽ അറ്റാക്ക് ദി മെറ്റീരിയൽസ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ വിത്തിൻ ലോ സ്പീഡ് അല്ലെങ്കിൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു ഐസോട്രോപിക് മെറ്റീരിയലിന്റെ മുകളിൽ എച്ചെന്റുകളെ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എച്ചിങ് എല്ലാ ഭാഗത്തും ഒരുപോലെ നടക്കും, യൂണിഫോം ആയിട്ട് നടക്കും. അപ്പോ നമുക്ക് അതൊരു നല്ല പ്രോപ്പർട്ടി ആണ്. ഞാൻ ചോദിക്കുന്നത്, എനിക്കിപ്പോ വേണ്ടത് ഞാൻ നേരത്തെ വരച്ച പോലെ ഈ പ്ലേറ്റിന്റെ സെൻട്രലായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കണം. ഇതൊരു ഐസോട്രോപിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കേ, ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കേ. ഞാൻ ഈ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചെന്റുകളെ ആഡ് ചെയ്തു. അപ്പൊ ഐസോട്രോപിക് മെറ്റീരിയൽ ഞാൻ പറഞ്ഞു എല്ലാ ഭാഗത്തും ഒരുപോലെ എച്ചിങ് നടക്കും. എനിക്കിപ്പോ വേണ്ടത് ഈ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീപ്പായിട്ട് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ എച്ചെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഐസോട്രോപിക് മെറ്റീരിയൽ എല്ലാ ഭാഗത്തും ഒരുപോലെ, താഴോട്ടേക്കും ഒരുപോലെയാ നടക്കുക, അതേ സമയത്ത് തന്നെ സൈഡിലേക്കെല്ലാം എച്ചിങ് നടക്കൂലേ? ഇല്ലടാ, ഇങ്ങോട്ടേക്കെല്ലാം ചിരണ്ടി കളയൂലേ? അപ്പൊ ആക്ച്വലി ഐസോട്രോപിക് എച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓറിയന്റേഷൻ ഇൻഡിപെൻഡന്റ് എച്ചിങ് ആണ്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എച്ചിങ് ആണ് പൊതുവെ ഐസോട്രോപിക് മെറ്റീരിയലിനകത്ത് നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കൺട്രോൾ, നമ്മൾ എച്ചിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഐസോട്രോപിക് എച്ചിങ്ങിനകത്ത് വരുന്നുണ്ട്. ഐസോട്രോപിക് മെറ്റീരിയലില് എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടാണ് എച്ചിങ് നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഓറിയന്റേഷൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള എച്ചിങ് നമുക്ക് കിട്ടൂല. നമുക്ക് അതുകൊണ്ട് തന്നെ അതിനൊരു കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ഇനി അനൈസോട്രോപിക്
എച്ചിങ്. അനൈസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അനൈസോട്രോപിക് മെറ്റീരിയൽസിന്റെ ഓരോ പ്ലെയിനിലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഒരു ഹോമോജീനിയസ് പ്രോപ്പർട്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ അനൈസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയാം. സോ മോസ്റ്റ് ഓഫ് ദി സബ്സ്ട്രേറ്റ്സും എന്താണ്, അനൈസോട്രോപിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ മെംസിനകത്ത് ഉപയോഗിക്കുന്നത്. മെംസിന്റെ ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ മെറ്റീരിയൽസും അനൈസോട്രോപിക് മെറ്റീരിയൽ ആണ്. നമ്മൾ ഇത്രയും നാള് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്ന എലമെന്റ് ആണ് സിലിക്കൺ വേഫർ, അല്ലെ? സബ്സ്ട്രേറ്റ് സിലിക്കൺ ആക്ച്വലി ഒരു അനൈസോട്രോപിക് മെറ്റീരിയൽ ആണ്. അപ്പോ നമുക്ക് ഈ ഐസോട്രോപിക് മെറ്റീരിയലിലും അനൈസോട്രോപിക് മെറ്റീരിയലിലൊക്കെ ഉപയോഗിക്കുന്ന എച്ചന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മള് അതിലേക്ക് വരാം. അതിനു മുമ്പ് ദ പാർട്ട് ഓഫ് ദ സബ്സ്ട്രേറ്റ് ദാറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ ദി പ്രൊട്ടക്റ്റീവ് മാസ്ക്. ഇനി പ്രൊട്ടക്റ്റീവ് മാസ്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾ ഇവിടെ ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഉണ്ട്, ഒരു സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളറിൽ 2 മാസ്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മേലേന്ന് എച്ചന്റിനെ പ്രൊവൈഡ് ചെയ്യാണ്, കെമിക്കൽ എച്ചന്റിനെ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ എച്ചന്റ് ഇത്രയും ഏരിയ ഒഴികെ, അതായത് ഈ ബ്ലാക്ക് കളറിൽ വന്ന മാസ്ക് ഉണ്ടല്ലോ, അതിനെ ഞാൻ മാസ്ക് എന്നാണ് വിളിക്കുന്നത്. ഈ ഏരിയയിൽ ഒഴികെ ബാക്കി എല്ലാവരുടെയും എച്ചന്റ് ഡയറക്റ്റ് കോണ്ടാക്ട് വരും, അല്ലെ? ഇത്രയും സ്ഥലത്ത് കോണ്ടാക്ട് ഇല്ല, എച്ചന്റുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പൊ ആക്ച്വലി എങ്ങനെയാ മെറ്റീരിയൽ റിമൂവൽ നടക്കുക? ഈ മാസ്കിന്റെ ഇപ്പുറത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൈം പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് ഇത്രയും ഏരിയയിലുള്ള മെറ്റീരിയൽ റിമൂവൽ നടക്കും. അതേപോലെ ഈ 2 മാസ്കിനിടയിലുള്ള സ്ഥലത്ത് എത്ര നമ്മൾ സമയം കൊടുക്കുന്നോ അത്രയും ഫുൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയയിലെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. ഈ മാസ്കിന്റെ ഇപ്പുറത്തുള്ള ഏരിയയിലുള്ള മെറ്റീരിയൽ റിമൂവൽ നടക്കും. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്നത്, ഞാൻ ചെറിയ സമയം മാത്രമേ എച്ചിങ്ങിന് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എനിക്ക് കിട്ടുക ഇതുപോലൊരു സ്ട്രക്ചറാ, അല്ലെ? ഇത് ഇവിടെ നമ്മളെ മാസ്ക് ഉണ്ട്, ഇവിടെയും നമ്മളെ മാസ്ക് ഉണ്ട്. മാസ്കിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഏതാണ്ട് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. പിന്നെ സെന്ററിൽ വരുന്ന സ്ഥലത്ത് കുറച്ച് മെറ്റീരിയൽ റിമൂവൽ നടന്നിട്ടുണ്ടാവും. ഇവിടെ ഇപ്പുറത്തും കുറച്ച് മെറ്റീരിയൽ ബാക്കി ഉണ്ടാവും, അല്ലെ? അപ്പൊ എന്റെ റിക്വയർഡ് ഷേപ്പിനനുസരിച്ചിട്ട് ഞാൻ മാസ്ക് വെച്ചോണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം മെറ്റീരിയൽ റിമൂവൽ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഞാനൊരു മെറ്റീരിയൽ വരക്കാണ്, റേസ് ചെയ്യാം. ഞാൻ ഒരു സിലിക്കൺ വേഫർ, ഞാൻ ഇവിടെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു മാസ്ക് എൻഡ് വരെ വെച്ചിട്ടുണ്ട്. കെമിക്കൽ എച്ചിങ് ആണ് നടത്തുന്നത്. ഞാൻ എച്ചന്റിനെ പ്രൊവൈഡ് ചെയ്തു. എച്ചന്റിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എച്ചന്റ് ആദ്യം ഈ മാസ്കിന്റെ മേലയിലൊക്കെ വന്നു വീഴും. അപ്പൊ മാസ്ക് ഉള്ള സ്ഥലങ്ങളിലെ സബ്സ്ട്രേറ്റിൽ എച്ചന്റ് നേരെ വന്ന് കോണ്ടാക്ട് ചെയ്യില്ല, കാരണം അവിടെ മാസ്ക് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാണ്. ബട്ട് ഈ സെൻട്രൽ പൊസിഷനിൽ എച്ചന്റ് നേരെ വന്നിട്ട് നമ്മുടെ സിലിക്കൺ സബ്സ്ട്രേറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരും, അല്ലെ? അപ്പം ഈ കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലത്ത് നിന്ന് മെറ്റീരിയൽ റിമൂവൽ നടക്കും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂവ് പോലെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. ലാസ്റ്റ് ഞാൻ ഈ പറയുന്ന മാസ്ക് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഒരു ഗ്രൂവ് ഉള്ള സിലിക്കൺ സബ്സ്ട്രേറ്റ് കിട്ടും. സോ എനിക്ക് എവിടെയാണോ മെറ്റീരിയൽ റിമൂവൽ നടക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് മാസ്ക് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഡിസൈർഡ് ഏരിയയിൽ നിന്ന് നമുക്ക് എച്ചിങ് നടത്താൻ പറ്റും. എച്ചിങ്ങിന്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് ഇൻ ഡിസൈർഡ് ഏരിയ. നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ നിന്നും മെറ്റീരിയൽ റിമൂവൽ നടത്തുന്നതിനാണ് എച്ചിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കിനനുസരിച്ചിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അനൈസോട്രോപിക്കും ഐസോട്രോപിക് മെറ്റീരിയലും. ഇതൊരു ഐസോട്രോപിക് മെറ്റീരിയൽ ആയിരുന്നു എങ്കിൽ ഇവിടെയൊക്കെ എച്ചന്റ് ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ എച്ചന്റ് ആഡ് ചെയ്താൽ ഇവിടെയെല്ലാം എച്ചന്റ് വരും, അല്ലെ? അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഇവിടെയും എച്ചന്റ് വരും, ഇവിടെയും എച്ചന്റ് വരും. അപ്പൊ ഐസോട്രോപിക് മെറ്റീരിയൽ നമുക്കറിയാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാ കട്ടിങ് നടക്കുക. താഴോട്ടേക്കും നടക്കും, അതേ സമയത്ത് ഇങ്ങോട്ട് സൈഡിലേക്കും എച്ചിങ് നടക്കും. ഈ സെന്ററിൽ നോക്കുകയാണെങ്കിൽ ഡെപ്തിലേക്കും നടക്കും, സൈഡിലേക്കും നടക്കും. അങ്ങനെ ഒരു ഐസോട്രോപിക് എച്ചിങ് നടത്തുകയാണ് ഇപ്പുറത്തെ ഫിഗറിലുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച ഫിഗർ ഇതായിരുന്നില്ല. നമ്മുടെ റിക്വയർഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇതൊരു ഐസോട്രോപിക് മെറ്റീരിയൽ ആയതുകൊണ്ട് എച്ചന്റ് വന്ന് എല്ലാ ഭാഗത്തേക്കും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എച്ചിങ് നടന്നു.
അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു പാർഷ്യലി എച്ച്ഡ് സർഫസ് ആണ്, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ആണ് നമുക്ക് കിട്ടുക. സോ ഐസോട്രോപിക് മെറ്റീരിയൽ ആക്ച്വലി മെംസിനകത്ത് വളരെ റെയർ കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ എച്ചിങ് പ്രോസസ്സ് വഴി മാനുഫാക്ചറിങ് നടത്താറുള്ളൂ, അല്ലെങ്കിൽ ഒരു മെഷീനിങ് ഓപ്പറേഷൻ, ഒരു മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ നടത്താറുള്ളൂ. സോ എന്താണ് എച്ചിങ് എന്നുള്ളത് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ദ പാർട്ട് ഓഫ് ദ സബ്സ്ട്രേറ്റ് ദാറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ ദി പ്രൊട്ടക്റ്റീവ് മാസ്ക് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദി എച്ചൻസ് ആൻഡ് ഇറ്റ് ഇസ് റിമൂവ്ഡ്. However, as we can see exaggerated way, the etching can undercut the part that is immediately under the protective mask after a lengthy period of time. Additionally, it may also damage the protective mask itself. ഇനി എന്താണ് അണ്ടർ കട്ടിങ്? എച്ചിങ്ങിനകത്തുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഹലോ, അതെങ്ങനെയാ ആവി പോയാ? അല്ല, അത് നമ്മൾ റിമൂവ് ചെയ്യും. അതാണ് ഇനി പറയുന്നത്. നമ്മൾ റിമൂവ് ചെയ്യാണ്ട് വെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അത് പറയാം. ഇത് ആവിയായി പോകുന്നൊന്നുമല്ല, ഇതൊരു കെമിക്കൽ സൊല്യൂഷൻ ആണ്, ലിക്വിഡ് ആണ്, ലിക്വിഡ് ഫേസിലുള്ള സാധനമാണ്. അപ്പോൾ ഞാനിപ്പോ ഇവിടെ ഒരു മാസ്ക്, ഇതേപോലെ ഒരു മാസ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എച്ചന്റ് ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എച്ചന്റ് എവിടെയാ കോൺടാക്റ്റിൽ വരിക? ഈ സെന്ററിലുള്ള സ്ഥലത്താ അല്ലെ. അപ്പോൾ ഇതൊരു അനൈസോട്രോപിക് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കറിയാം, അനൈസോട്രോപിക് മെറ്റീരിയൽ ഒരു ഹോമോജീനിയസ് മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മെറ്റീരിയൽ റിമൂവൽ ഈ ഒരു ഗ്രൂവിന് കണക്കായിട്ട് മെറ്റീരിയൽ റിമൂവൽ നടക്കും. അപ്പൊ ഇതിങ്ങനെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതിന് ഈ എച്ചന്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുവേ. അപ്പൊ എച്ചന്റ് ഇങ്ങനെ വന്നു, ഞാൻ ഇതിന് കുറെ സമയം വെറുതെ കൊടുത്തു. മീൻസ് ഞാൻ ഇത് എച്ചന്റ് റിമൂവ് ചെയ്യാതെ ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്ത് വെക്കുന്ന വെച്ചോ. അങ്ങനെ വരുമ്പോ എച്ചന്റിന് ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ എച്ചന്റ്, ഈ മാസ്ക് എന്ന് പറയുന്ന സാധനവും ആക്ച്വലി ഈ എച്ചന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എലമെന്റാണ്. പക്ഷെ നമ്മുടെ വേഫർ, നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിനെയും ഈ മാസ്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവും ഇയാളുടെ എച്ചിങ് റേറ്റ് കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിളിന് ഞാനിപ്പോ ഇവിടെ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു കെമിക്കലി ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള KOH, ഇതൊക്കെയാണ് പൊതുവെ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുക. ഞാൻ KOH ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇതിന്റെ ലെയർ ആയിട്ട് അല്ലെങ്കിൽ മാസ്ക് ആയിട്ട് ഉപയോഗിച്ച എലമെന്റ് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണെന്ന് വെച്ചോ. സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഒക്കെയാണ് പൊതുവെ യൂസ് ചെയ്യുക, SiO2. ഞാൻ എന്റെ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ആയിട്ട് എടുത്തിട്ടുള്ളത് സിലിക്കൺ ആണെന്ന് വെച്ചോ, Si. അപ്പോ ആക്ച്വലി ഈ സിലിക്കൺ ഡയോക്സൈഡും നമുക്ക് എച്ച് ചെയ്ത് കളയാൻ പറ്റും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എച്ചിങ് നടക്കുന്ന എലമെന്റാണ്. പക്ഷെ ഇവരെ രണ്ടാളെയും, സിലിക്കൺ ഡയോക്സൈഡിനെയും സിലിക്കണിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിൽ അല്ലെ ഏറ്റവും സ്പീഡിൽ എച്ചിങ് നടക്കുന്നത് KOH, SiA ആണ് കൂടുതൽ സ്പീഡിൽ എച്ച് ചെയ്യുക. ഇയാളെ വളരെ പതുക്കെ ഒരു നാനോ മീറ്റർ പെർ സെക്കൻഡും നാനോ മീറ്റർ പെർ മിനിറ്റ് ഒക്കെയാണ് ഈ മാസ്കിനെ അലിയിപ്പിക്കുന്ന അല്ലെങ്കിൽ എച്ച് ചെയ്യിക്കുന്ന ടൈം എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഞാൻ കുറെ നേരം ഈ എച്ചന്റിനെ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ വിട്ടേക്കാണ്. അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഡെപ്തിൽ ചിലപ്പം കട്ടിങ് നടക്കും, ഓവർ ഡെപ്തിൽ കട്ടിങ് നടക്കും. ഇനി ഒരു ഡെപ്ത് ഇതിനപ്പുറത്തേക്ക് ഇനി കട്ടിങ് നടക്കാനില്ല. പിന്നെ എച്ചന്റ് ട്രൈ ചെയ്യുക, ഇങ്ങ് സൈഡിലേക്കുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതായത് മാസ്കിന്റെ അണ്ടർ ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളിലും കട്ടിങ്ങിനുള്ള സാധ്യത വരും. അതായത് കുറെ നേരം നമ്മൾ ആവശ്യമില്ലാതെ എച്ചന്റ് ഇവിടെ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്കിന്റെ അടിയിൽ വരുന്ന ഭാഗത്തേക്കും കട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫൈനലി നമുക്ക് കിട്ടുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്കെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുള്ള ഷേപ്പിൽ ഒരു കട്ടിങ് ആണ് നമുക്ക് ചിലപ്പം കിട്ടുക. ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കട്ട് ചെയ്ത് വന്നേക്കാം. പക്ഷെ നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഗ്രൂവ് ആയിരുന്നു. ബട്ട് മാസ്കിന്റെ അടിഭാഗത്തും കുറച്ച് കട്ടിങ് നടക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മള് ലെങ്തി പീരീഡ് നമ്മുടെ എച്ചന്റിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ അണ്ടർ കട്ടിങ്, അതായത് മാസ്കിന്റെ അണ്ടർ ഏരിയയിലും കട്ടിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് അണ്ടർ കട്ടിങ്ങും. അതുപോലെ തന്നെ സംടൈംസ് നമ്മുടെ മാസ്കും കുറെ നേരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാസ്കും മെല്ലെ 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 എച്ചിങ് നടന്ന് അലിയാനുള്ള സാധ്യതയുണ്ട്. സോ അഡീഷണലി ഇറ്റ് മേ ആൾസോ ഡാമേജ് ദി പ്രൊട്ടക്റ്റീവ് മാസ്ക് ഇറ്റ് സെൽഫ്. ആണ് ഇപ്പം സൗരവ് ചോദിച്ചത്, ഇത് ലിക്വിഡ് ഫേസിലാണോ അല്ലെ ഗ്യാഷ്യസ് ഫേസിലാണോ എന്നുള്ളത്. ലിക്വിഡ് ഫേസിൽ തന്നെ ഉണ്ടാവുക. നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിന് എത്ര സമയം നമ്മൾ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇതിനകത്ത് മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ നടക്കും. സോ എന്താണ് അണ്ടർ കട്ടിങ് എന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മാസ്ക് വെച്ചതിന്റെ അടിഭാഗത്തും കട്ടിങ് നടക്കുക. അപ്പോ അതെങ്ങനെയാ അങ്ങനെ വരുന്നത്? നമ്മൾ
ഓവർ ടൈം അല്ലെങ്കിൽ ഒരു ലെങ്തി ടൈം പീരീഡ് എച്ചിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രശ്നമാണ്. ഇനി നമ്മൾ എച്ചിങ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതെന്ന് പറഞ്ഞു. എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഡിസൈഡ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എച്ചന്റുകളായിട്ട് ഉപയോഗിക്കുന്നത്? എച്ചന്റ് എന്ന് പറഞ്ഞാൽ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സൊല്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഐസോട്രോപിക് മെറ്റീരിയൽ ഉണ്ട്, അനൈസോട്രോപിക് മെറ്റീരിയൽ ഉണ്ട്. ഐസോട്രോപിക് മെറ്റീരിയൽ മെംസിൽ നമ്മൾ വളരെ റെയർ ആയിട്ട് മെറ്റീരിയൽ റിമൂവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐസോട്രോപിക് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ ഉപയോഗിക്കുന്ന എച്ചന്റുകൾ ഏതൊക്കെയാണ്? ദ കോമൺ ഐസോട്രോപിക് എച്ചന്റ് ഫോർ സിലിക്കൺ ഈസ് കോൾഡ്, സിലിക്കൺ അല്ല, സിലിക്കൺ ബേസ്ഡ് ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്. സിലിക്കൺ ആക്ച്വലി ഒരു അനൈസോട്രോപിക് മെറ്റീരിയൽ ആണ്. ഒരു കോമൺ ഐസോട്രോപിക് എച്ചന്റ് ആണ് HNA. ഇതിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയോ? HNA. ഹലോ, അറിയില്ല സാർ. ഒന്ന് ട്രൈ ചെയ്തൊക്കെ പോ. ഹൈഡ്രോ ഹൈഡ്രോ NA, സ്മോൾ ലെറ്റർ NA അല്ലേ? സോഡിയത്തിന്റെ A അല്ല അത്. ഹലോ, ഹൈഡ്രോ ശരിയാണ്. ഇത് ആക്ച്വലി ഒരു അസിഡിക് നാച്ചർ ഉള്ള ഒരു സൊല്യൂഷൻ ആണ്, ഒരു ആസിഡ് ആണ്, ഒരു അസിഡിക് നാച്ചർ ഉള്ള സൊല്യൂഷൻ ആണ്. ഹൈഡ്രോഫ്ലൂറിക്, H മീൻസ് ഹൈഡ്രോഫ്ലൂറിക്, നൈട്രിക്, അസറ്റിക്. എടാ അത് ഒരു 3 എന്താ പറയാ ആസിഡ്സിന്റെ മിക്സ്ചർ ആണ് ഇത്. ഹൈഡ്രോഫ്ലൂറിക്, അതായത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇതിന്റെ ഒരു മിക്സ്ചർ ആണ് HNA എന്ന് പറയുന്നത്. ഹൈഡ്രോഫ്ലൂറിക്, നൈട്രിക്, അസറ്റിക് ആസിഡ്സ് ആണ്, അസിഡിക് ഏജന്റ് ആണ് പൊതുവെ ഐസോട്രോപിക് മെറ്റീരിയലിലെ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അത് നമുക്ക് റൂം ടെമ്പറേച്ചർ, ഐസോട്രോപിക് മെറ്റീരിയൽ ആണെങ്കിൽ ഈ എച്ചന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ എച്ചിങ് ഓപ്പറേഷൻ നടത്താൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ അസിഡിക് നാച്ചുറൽ ഉള്ള എലമെന്റ് ആണ് ഐസോട്രോപിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് അനൈസോട്രോപിക് മെറ്റീരിയലിൽ ഒരു ആൽക്കലി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. ആൽക്കലീൻ കെമിക്കൽസ് വിത്ത് pH വാല്യൂ ഗ്രേറ്റർ ദാൻ 12 ഉള്ള എലമെന്റ്സ് ആണ് നമ്മൾ അനൈസോട്രോപിക് മെറ്റീരിയലിലെ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എച്ചന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, KOH. എന്താ KOH? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. മറ്റൊരു അനൈസോട്രോപിക് എച്ചന്റ് ആണ് EDP. അറിയോ എന്താ EDP? കേട്ടിട്ടുണ്ടോ? ഈഥൈൽ അല്ല, എത്തിലീൻ ഡൈഅമീൻ പൈറോ. കേട്ടിനാ? എത്തിലീൻ ഡൈഅമീൻ പൈറോ കാറ്റക്കോൾ എന്ന് പറയും. പൈറോ കാറ്റക്കോൾ. ഈ ജസ്റ്റ് ഈ സ്മോൾ നെയിം, ഈ ഷോർട്ട് നെയിം ഓർത്ത് വെച്ചാൽ KOH. ഓക്കെ, EDP പേരോർത്ത് വെച്ചാൽ മതി. എത്തിലീൻ ഡൈഅമീൻ പൈറോ കാറ്റക്കോൾ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കലൈൻ കെമിക്കൽസ് ആണ് അനൈസോട്രോപിക്കിലെ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർ കട്ടിങ്ങും അണ്ടർ എച്ചിങ് ഒക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ എച്ചിങ് ആണ്. ഇവിടെ നമ്മളൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ മുകളിൽ മാസ്ക് ആയിട്ട് ഒരു എലമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് SiO2 അല്ലെങ്കിൽ Si3N4, ദാറ്റ് ഈസ് സിലിക്കൺ നൈട്രൈഡ് ഓർ സിലിക്കൺ ഡയോക്സൈഡിന്റെ ഒക്കെ മാസ്ക് ആണ് പൊതുവെ സിലിക്കൺ പ്യുവർ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ എച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ മാസ്ക് വെച്ചു, ഇവിടെ എച്ചന്റ് ഞാൻ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ മാസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എച്ചിങ് നടക്കുന്നുണ്ട് അല്ലെ. ഇവിടെയുള്ള മെറ്റീരിയൽ റിമൂവൽ നടന്നു. ഇതാണ് എന്റെ ബേസ് മെറ്റീരിയലിൽ വന്ന ഒരു ഗ്രൂവ് പോലെ വന്നു. എന്റെ റിക്വയർഡ് അല്ലെങ്കിൽ എന്റെ ഡിസൈർഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ഐഡിയൽ എച്ചിങ്. അതായത് ഈ മാസ്കിന്റെ താഴെ മെറ്റീരിയൽ റിമൂവൽ നടക്കാതെ മാസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം മെറ്റീരിയൽ റിമൂവൽ നടക്കുക. ദെൻ ഒരു ഡിഫക്റ്റ് ആണ് ബി ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് അണ്ടർ എച്ചിങ്. അണ്ടർ എച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനെ നേരെ ആയിരുന്നു കട്ടിങ് വരേണ്ടത്. ബട്ട് ലെങ്തി പീരീഡ്, ടൈം പീരീഡ് ഒക്കെ കൊടുക്കുമ്പോൾ എച്ചൻസ് എന്ത് ചെയ്യും? ഈ മാസ്കിന്റെ
അടിഭാഗത്തും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് തുടങ്ങും അല്ലെ. ആ കട്ടിങ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് അണ്ടർ എച്ചിങ്. അതായത് മാസ്കിന്റെ അടിഭാഗത്തും തുരക്കുക, അടിഭാഗത്തും എച്ച് ചെയ്തെടുക്കുക. ദെൻ അണ്ടർ കട്ടിങ് ഏതാണ്ട് സെയിം തന്നെയാണ്. ഇവിടുന്ന് ഒരു എക്സാഗറേറ്റഡ് വേയില് ഒരു എന്താ പറയാ ഒരു യൂണിഫോം ആയിട്ട് രണ്ട് സൈഡിലേക്കും എച്ചിങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. പക്ഷെ എനിക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്, റിക്വയർഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെ എന്റെ റിക്വയർഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ മാസ്കിന് നേരെ താഴെ ഒന്നും നടക്കാതെ മാസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം കട്ടിങ് നടക്കുക എന്നുള്ള. അപ്പോൾ ഈ അണ്ടർ എച്ചിങ്ങും അണ്ടർ കട്ടിങ്ങും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ അണ്ടർ എച്ചിങ്, അത് എനിക്ക് വേണ്ടത് ഇതാ, ഇവിടുന്ന് ഇങ്ങനെ നേരെയായിരുന്നു കട്ടിങ് നടക്കേണ്ടത്. രണ്ട് കേസിലും എനിക്ക് വേണ്ട എന്റെ റിക്വയർഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ കട്ടിങ് നടക്കില്ല. അണ്ടർ എച്ചിങ്ങില് ഈ മാസ്കിന്റെ അടിഭാഗത്തുനിന്ന് മെല്ലെ മെല്ലെ സൈഡ് വൈസ് കട്ട് ചെയ്ത് പോകുന്നതാണ് അണ്ടർ എച്ചിങ്. ഇനി അണ്ടർ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ മാസ്കിന്റെ അടിയിൽ ഇവിടുന്ന് ഇപ്പം ഈ മാസ്കിന്റെ ഇത്രയും ഏരിയയിൽ മാത്രമേ കാര്യമായ മെറ്റീരിയൽ റിമൂവൽ നടന്നുള്ളൂ. പക്ഷെ അണ്ടർ കട്ടിങ് വരുമ്പോൾ മാസ്കിന്റെ ഒരു മെജോറിറ്റി അടിഭാഗം, മാസ്കിന്റെ അടിഭാഗത്ത് വരുന്ന ഒരു മെജോറിറ്റി പോർഷനും ഇതേപോലെ തുരന്നു പോകുന്നുണ്ട്. ഇനി അടുത്ത മൊമെന്റിൽ എത്തുമ്പോൾ ഇത് ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ എല്ലാം ഇങ്ങനെ കട്ടിങ് നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ അണ്ടർ എച്ചിങ്ങും അണ്ടർ കട്ടിങ്ങും ഏതാണ്ട് സിമിലർ കൺസെപ്റ്റ് ആണ്. ഒന്ന് മാസ്കിന്റെ അടിഭാഗത്ത് വളരെ ചെറിയ രീതിയിൽ മെറ്റീരിയൽ റിമൂവൽ, ചെറിയ ഏരിയയിൽ മെറ്റീരിയൽ റിമൂവൽ നടക്കുക, ദാറ്റ് ഈസ് അണ്ടർ എച്ചിങ്. അണ്ടർ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കിന്റെ അടിയിൽ ഒരു മെജോറിറ്റി പാർട്ടിനെയും എന്താ പറയുക ഒരു യൂണിഫോം ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് ഇത് രണ്ടും ഒരു ഡിഫക്റ്റ് ആണ്. ഇതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാനുവൽ ഓപ്പറേഷനിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ്. നമ്മൾ ലെങ്തി പീരീഡ്, ടൈം പീരീഡ് ഒക്കെ എച്ചിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഓരോ എച്ചന്റിനും എച്ചിങ് റേറ്റ് ഉണ്ട്. എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ KOH ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് എച്ചിങ് റേറ്റ് ഉണ്ട്. സിലിക്കൺ സബ്സ്ട്രേറ്റിൽ ഞാൻ KOH ആണ് എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് 0.25 to 1.4 micrometer per minute. സിലിക്കൺ സബ്സ്ട്രേറ്റില് KOH ആണ് ഞാൻ എച്ചന്റ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ എച്ചിങ് നടക്കുന്ന സ്പീഡാണ് ഈ പറഞ്ഞത്. ഒരു മിനിറ്റില് 0.25 മൈക്രോമീറ്റർ മാത്രമേ എച്ചിങ് നടക്കൂ. ഒരു മിനിറ്റിൽ നടക്കുന്ന എച്ചിങ്ങിന്റെ റേറ്റ് ആണ് പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് 0.25 മൈക്രോമീറ്റർ പെർ മിനിറ്റ്. അത് 0.25 to 1.4 അത് റേഞ്ച് ആണ്. ഇനി ഇതേ പിന്നെ സിലിക്കണില് ഞാൻ നേരത്തെ പറഞ്ഞ EDP എന്ന് പറയുന്ന എച്ചന്റ് ഇല്ലേ, എത്തിലീൻ ഡൈഅമൈൻ എന്ന് പറഞ്ഞ എന്താണ്, എത്തിലീൻ ഡൈഅമൈൻ പൈറോ കാറ്റക്കോൾ എന്ന് പറയുന്ന സാധനം, EDP ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ സിലിക്കൺ വേഫർ ആണെങ്കിൽ, സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണെങ്കിൽ അതിന്റെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് 0.75 മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആണ്. 0.75 മൈക്രോമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, ഇനി എന്റെ സിലിക്കൺ സബ്സ്ട്രേറ്റിന് വരെ ഞാൻ ഇവിടെ ഇപ്പൊ മാസ്ക് ആയിട്ട് ഉപയോഗിച്ച SiO2 ആണ് എന്റെ ബേസ് മെറ്റീരിയൽ എന്ന് വെച്ചോ. SiO2ല് ഇതേ KOH ഞാൻ എച്ചന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ KOH SiO2നെ എച്ചിങ് നടത്താൻ എടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, അല്ലെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 to 80 മൈക്രോമീറ്റർ അല്ല, നാനോമീറ്റർ പെർ മിനിറ്റും അല്ല, നാനോമീറ്റർ പെർ ഹവർ. അത് ഒരു മണിക്കൂറിൽ വെറും 40 നാനോമീറ്റർ മാത്രമേ എച്ചിങ് നടക്കുള്ളൂ. അപ്പൊ ഓരോ എച്ചന്റിനും നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് മെറ്റീരിയലിനനുസരിച്ചിട്ട് എച്ചിങ് റേറ്റ് ഒക്കെ ഉണ്ട്. ആ എച്ചിങ് റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് മാസ്ക് ആയിട്ട് ആരോ ഉപയോഗിക്കണം, അല്ലെ മാസ്ക് ആയിട്ട് ആരോ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ ഇപ്പോ ഈ കാണിച്ച ഫിഗറിനകത്ത് തന്നെ സിലിക്കൺ ആണ് നമ്മുടെ മെറ്റീരിയൽ, പക്ഷെ ഇവിടെ ഉപയോഗിച്ച മാസ്ക് എന്ന് പറയുന്നത് SiO2 ആണ്. അപ്പോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എച്ചന്റ് എന്ന് പറയുന്നത് KOH ആന്ന് വിചാരിച്ചോ. KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് വെച്ചോ. ഞാനിപ്പോ KOH ആണെങ്കിൽ ഈ SiO2ന്റെയും അതേപോലെ സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെയും എച്ചിങ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ എച്ചിങ് റേറ്റ് എത്രയായിരുന്നടാ? 0.14 to 0.25 to 1.4
മൈക്രോമീറ്റർ പെർ മിനിറ്റ് അല്ലെ. KOH ആണെങ്കിൽ സിലിക്കന്റെ എച്ചിങ് റേറ്റ് ആയത്. അതേ KOH SiO2 എച്ച് ചെയ്യാൻ എടുക്കുന്ന റേറ്റ് എത്രയാ പറഞ്ഞേ? 0.75 സോറി 40 to 80 നാനോമീറ്റർ പെർ ഹവർ ആണ്. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏത് റേറ്റ് ആണ് സ്പീഡ് ഉള്ളത്, അല്ലെ ഏതാണ് ഏറ്റവും ഹയർ? ഈ 0.25 മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആണോ വലുത്, അല്ല 80 നാനോമീറ്റർ പെർ ഹവർ ആണോ വലുത്? ഫസ്റ്റ് 0.25 to 1.4 മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആണ് അല്ലെ. മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആണ് വലുത്. അപ്പോ ഞാനിപ്പോ ഇവിടെ HN കൊടുക്കുന്നു, KOH കൊടുക്കുന്നു. KOH കൊടുക്കുമ്പോ ആർക്കാ ഫസ്റ്റ് എച്ചിങ് നടക്കുക? മാസ്കിന് എന്തായാലും ചെറിയ രീതിയിൽ എച്ചിങ് നടക്കും, പക്ഷെ മാസ്കിനേക്കാളും സ്പീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ എച്ചിങ് റേറ്റ് ആണ് വലുത്. അതുകൊണ്ട് തന്നെ മാസ്കിന് എച്ചിങ് നടക്കുന്നതിനേക്കാൾ എത്രയോ സ്പീഡിലാണ്, ഒരു 10⁻³ റേഞ്ചിലേക്കാണ് ഈ പറയുന്ന സിലിക്കണിനകത്ത് KOH എച്ച് ചെയ്യുന്നത്. സോ നമ്മൾ മാസ്ക് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ആള് നമ്മളെ സബ്സ്ട്രേറ്റ് മെറ്റീരിയലിന്റെ എച്ചിങ് റേറ്റിനേക്കാളും വളരെ ചെറിയ എച്ചിങ് റേറ്റ് ഉള്ള ആളായിരിക്കണം നമ്മൾ മാസ്ക് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഒരു എച്ചിങ് റേറ്റിന്റെ ആ കമ്പാരിസണെ നമ്മൾ സെലക്ടിവിറ്റി റേഷ്യോ എന്നാ പറയാം. സെലക്ടിവിറ്റി റേഷ്യോ. അപ്പോ സെലക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എന്താണ് എച്ചിങ് റേറ്റ് ഓഫ് സിലിക്കൺ ടു ദ എച്ചിങ് റേറ്റ് ഓഫ് മാസ്ക്. ഇപ്പൊ മാസ്കിന്റെയും നമ്മുടെ സബ്സ്ട്രേറ്റിന്റെയും എച്ചിങ് റേറ്റിന്റെ റേഷ്യോയാണ് സെലക്ടിവിറ്റി റേഷ്യോ അല്ലെ സെലക്റ്റീവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുടെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കണം, വളരെ സ്ലോ ആയിരിക്കണം. അല്ല ഇയാൾക്ക് രണ്ടാൾക്കും ഒരേ എച്ചിങ് റേറ്റ് തന്നെ ആണെങ്കിൽ ഇവിടെ നമ്മൾ KOH അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മാസ്കിനെയും റിമൂവ് ചെയ്യും, മെറ്റീരിയലിനെയും റിമൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് മാത്രമല്ല അല്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. അപ്പൊ എന്റെ ബേസ് മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത്, മാസ്കിന്റെ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കണം. അപ്പോ KOH സിലിക്കൺ ഡയോക്സൈഡും സിലിക്കണും KOH ഈ പറഞ്ഞ ഫിഗറില്ലേ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫിഗർ, ഇതിൽ നമുക്കറിയാം നമ്മുടെ ബേസ് മെറ്റീരിയൽ സിലിക്കൺ ആണ്, നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന HN KOH ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡാറ്റ പറയുന്നത് ഈ SiO2 ലെയറിന്റെ സെലക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 10⁻³ ആണ്. എന്താ അതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാല് ഈ സിലിക്കൺ എച്ച് ആവുന്ന, ഈ സിലിക്കണിൽ നിന്നും എച്ചിങ് കൊണ്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനേക്കാളും 10⁻³ ടൈംസ് സ്ലോവർ ആണ് മാസ്കിന്റെ മെറ്റീരിയൽ റിമൂവൽ. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, മാസ്കിന്റെ മെറ്റീരിയൽ റിമൂവൽ ഇപ്പൊ ഒരു മിനിറ്റില് 1 മീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ മെറ്റീരിയൽ റിമൂവലാണ് നടക്കുന്നതെങ്കിൽ അതേ 1 മിനിറ്റില് ഈ സിലിക്കൺ സബ്സ്ട്രേറ്റില് 10⁻³ സെന്റിമീറ്റർ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നുണ്ട്. അതാണ് ആ സെലക്ടിവിറ്റി റേഷ്യോന്റെ കൺസെപ്റ്റ്. അപ്പോ സിലിക്കണും സിലിക്കൺ ഡയോക്സൈഡ് മാസ്കും HN KOH ആണെങ്കിൽ സെലക്ടിവിറ്റി റേഷ്യോ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് 10⁻³ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. KOH ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഫിഗർ പ്രകാരം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മാസ്കിന്റെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതിനേക്കാളും 10⁻³ ടൈംസ് ഫാസ്റ്റർ ആയിട്ട് നമ്മുടെ സിലിക്കൺ സബ്സ്ട്രേറ്റില് മെറ്റീരിയൽ റിമൂവൽ നടക്കും. ദാറ്റ് ഈസ് സെലക്ടിവിറ്റി റേഷ്യോ. സോ മാസ്ക് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ടിവിറ്റി റേഷ്യോ നോക്കിയിട്ടാണ് മാസ്ക് സെലക്ട് ചെയ്യുക. അപ്പോഴെപ്പോഴും ഹയർ സെലക്ടിവിറ്റി റേഷ്യോ ഉള്ള മാസ്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണ്, അല്ല മാസ്ക് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, KOH ആണ് എന്റെ HN ഉണ്ടെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിൽ സെലക്ടിവിറ്റി റേഷ്യോ 10⁻³ ആണ്. ഇനി ഇതേ സിലിക്കൺ സബ്സ്ട്രേറ്റ് KOH തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്ന HN, ഞാൻ ഇവിടെ Si3N4 സിലിക്കൺ നൈട്രൈഡ് ആണ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ സിലിക്കൺ നൈട്രൈഡിന്റെ സെലക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 10⁻⁴ ആണ്. അതായത് ഈ മാസ്കിലെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതിനേക്കാളും 10⁻⁴ ടൈംസ് ഫാസ്റ്റർ ആയിട്ട് സിലിക്കൺ സബ്സ്ട്രേറ്റിൽ മെറ്റീരിയൽ റിമൂവൽ നടക്കും. അപ്പൊ ഇതാണ് സെലക്ടിവിറ്റി റേഷ്യോ ഓഫ് മെറ്റീരിയൽ റിമൂവൽ മെത്തേഡ്, അല്ലെങ്കിൽ സെലക്ടിവിറ്റി റേഷ്യോ ഓഫ് മെറ്റീരിയൽ റിമൂവൽ മാസ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാസ്കും
ബേസ് മെറ്റീരിയലും എപ്പോഴും എച്ചിങ്ങിന് വിധേയരാണ്. പക്ഷെ ആരാണ് സ്പീഡായിട്ട് നടക്കുന്നത്? നമ്മുടെ സബ്സ്ട്രേറ്റ് ആണ്. അതെങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? സെലക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്ന ടേം നോക്കിയിട്ടാണ്. എന്താണ് സെലക്ടിവിറ്റി റേഷ്യോ? ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് എച്ചിങ് റേറ്റ് ഓഫ് സബ്സ്ട്രേറ്റ്. നമ്മൾ എടുക്കുന്ന സിലിക്കൺ ആയതുകൊണ്ട് എച്ചിങ് റേറ്റ് ഓഫ് സിലിക്കൺ സബ്സ്ട്രേറ്റ് ടു ദി എച്ചിങ് റേറ്റ് ഓഫ് മാസ്ക്. ഇവിടെ നമ്മൾ എടുക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ രണ്ടാളുടെയും എച്ചിങ് റേറ്റിന്റെ കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയാണ് സെലക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ഇനി ഇതിൽ കുറച്ച് കാര്യം കൂടി വരുന്നുണ്ട്. നമുക്കിനി നേരത്തെ പറഞ്ഞ പ്ലാസ്മ എച്ചിങ് പറയണം, പിന്നെ അതേപോലെ ഒരു സ്പെഷ്യൽ എച്ചിങ് പ്രോസസ് DRIE, ഡീപ് റിയാക്റ്റീവ് അയോൺ എച്ചിങ് എന്ന് പറയുന്ന ഒരു എച്ചിങ് പ്രോസസ് ഉണ്ട്. ഇതൊക്കെ ഫിസിക്കൽ വരുന്നതാണ്. നമ്മൾ ഫിസിക്കലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഇപ്പൊ പറഞ്ഞ കെമിക്കൽ എച്ചിങ്ങിൽ തന്നെ നമുക്ക് റിക്വയർഡ് ആയ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്റെ റിക്വയർഡ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഫിഗർ പ്രകാരം, ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തുവേ. ഈ ഫിഗർ പ്രകാരം എനിക്ക് വേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് ഇത്ര ഡെപ്തിലേ എനിക്ക് കട്ടിങ് ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഡെപ്തിൽ കട്ടിങ് എത്തിക്കഴിഞ്ഞാൽ ഈ എച്ചിങ് ഇവിടെ നിർത്തണം, എച്ച് സ്റ്റോപ്പ് ആവണം. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? എന്റെ റിക്വയർഡ് ഡെപ്തിൽ അല്ലെങ്കിൽ എന്റെ റിക്വയർഡ് മെറ്റീരിയൽ റിമൂവൽ നടന്നു കഴിഞ്ഞാൽ എച്ചിങ്ങിനെ എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാം? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് എച്ച് സ്റ്റോപ്പ് മെത്തേഡുകൾ, ഇത് ഇപ്പൊ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്, എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്, എച്ച് സ്റ്റോപ്പ് മെത്തേഡ്സ്. എങ്ങനെയാണ് എച്ചിങ് നമുക്ക് ആവശ്യമുള്ളപ്പോ നിർത്തുക? എച്ച് സ്റ്റോപ്പ് മെത്തേഡും കൂടി പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇത് നിർത്താം അല്ലെ? ഒന്നാമത് ഭയങ്കര ടയർഡ്. ഇപ്പൊ 3 എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ നിങ്ങളെ ക്ലാസ്സിലേക്കാ.